പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ലിവ് മോർഗൻ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ അവസാനം ഡൊമിനിക് മിസ്റ്റീരിയോയെ എന്തുകൊണ്ട് കിസ് ചെയ്തു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് പിന്നീട് ലിവ് അവിടെ പങ്കുവെക്കുന്നത്. റിയ റിപ്ലിയെ താൻ ഇഞ്ചേർഡ് ആക്കി. പിന്നീട് റിയ റിപ്ലിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് മറ്റു മാർഗങ്ങളിലൂടെ തൻ്റെ കയ്യിലേക്ക് താൻ എത്തിച്ചു. റിയ റിപ്ലിക്ക് വേണ്ടതെല്ലാം താൻ എന്തായാലും നഷ്ടപ്പെടുത്തും എന്നുള്ളതും റിയ റിപ്ലിയുടെ ഏറ്റവും അടുത്ത ആളായ ഡൊമിനിക്കിനെയും റിയയുടെ അടുത്ത് നിന്ന് താൻ എൻ്റെ അടുത്തേക്ക് എത്തിക്കുമെന്നുള്ളതും അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഡൊമിനിക് മിസ്റ്റീരിയോ കയറി വരുന്നു. ഡൊമിനിക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്ത് തരത്തിലുള്ള ഗെയിമാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല, പക്ഷേ റിയ റിപ്ലി തിരികെ വന്നാൽ നിന്നെ ഡിസ്ട്രോയ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ലിവ് കൊടുക്കുന്ന ഒരു മറുപടി എന്നെ മാത്രമല്ല നിന്നെയും റിയ റിപ്ലി ആക്രമിക്കുമെന്നുള്ളത്. അത് എന്തിന് എന്നുള്ള നിൽക്കുന്ന ഒരു സമയത്ത് ലിവ് മോർഗൻ കൂടുതൽ ഡൊമിനിക്കിനെ തൻ്റെ വശത്തേക്ക് എത്തിക്കാൻ വേണ്ടി വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടേക്ക് ഫിൻ ബാലർ കയറി വന്നുകൊണ്ട് ലിവ് ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേക്ക് എതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഞങ്ങളെ വിട്ടു പോകണം എന്നുള്ളത് ഫിന്ന് ആവശ്യപ്പെടുന്നു. പിന്നീട് അവിടെ നിന്ന് നമുക്ക് ഫിൻ ബാലർ വേഴ്സസ് ഡ്രാഗൻ ലീ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് കാണാൻ സാധിച്ചത്. ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൻ്റെ ഒരു സഹായത്തോടു കൂടി ഡ്രാഗൻ ലീയെ ഫിൻ ബാലർ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഡ്രാഗൻ ലീയെ ഈ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബ്രോൺ സ്ട്രോമൻ വന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു മത്സരം കാർലിറ്റോ വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. മത്സരത്തിൽ ബ്രോൺ സ്ട്രോമൻ ഒരു വൺ സൈഡ് മത്സരം പോലെ, ഒരു സ്ക്വാഷ് മത്സരം പോലെ കാർലിറ്റയെ പരാജയപ്പെടുത്തിയെന്നുണ്ടെങ്കിലും ജഡ്ജ്മെൻറ്റ് ഡേ താരങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസ് മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതിനുശേഷം മത്സരം കഴിഞ്ഞതിന് ശേഷം ജഡ്ജ്മെൻറ്റ് ഡേ ടീം ബ്രോൺ സ്ട്രോമനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോയെ ബ്രോൺ സ്ട്രോമൻ നല്ല രീതിയിൽ ആക്രമിക്കുമെന്ന് തോന്നിയ സമയത്ത് ലിവ് മോർഗൻ വന്നിട്ടാണ് ബ്രോൺ സ്ട്രോമൻ്റെ മുമ്പിൽ, അതായത് ഡൊമിനിക്കിനെ സേവ് ചെയ്യുന്ന പോലെ നിൽക്കുന്നത്. അവിടെ നിന്ന് ബ്രോൺ സ്ട്രോമൻ ഡൊമിനിക്കിനെ ആക്രമിക്കാതെ തിരികെ നിന്ന സമയത്ത് അവിടെ മറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ അംഗങ്ങൾ വന്ന് ബ്രോണിനെ ക്രൂരമായി ആക്രമിക്കുന്നുണ്ട്. പിന്നീട് ബ്രോണിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റുന്ന രീതിയിൽ സ്റ്റീൽ ചെയർ കൊണ്ട് JD മക്ഡോണ ആക്രമിക്കുന്നുണ്ട്. എന്തായാലും ബ്രോൺ സ്ട്രോമൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരിക്കും എന്നുള്ള ഒരു സ്റ്റോറി ആയിരിക്കും അടുത്ത റോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ബ്രോൺ സ്ട്രോമനെ നല്ല രീതിയിൽ ക്രൂരമായി ആക്രമിച്ചുകൊണ്ട് ജഡ്ജ്മെൻറ്റ് ഡേ അവരുടെ എല്ലാ സെഗ്മെൻറ്റുകളും അവസാനിക്കുമെന്നാണ് നമ്മൾ റോയിൽ കരുതിയത്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉള്ള മറ്റൊരു സെഗ്മെൻറ്റ് മെയിൻ ഈവൻറ്റിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മെയിൻ ഈവൻറ്റ് മത്സരം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിയൻ പ്രീസ്റ്റും റെയ് മിസ്റ്റീരിയോ എന്ന ഹോൾ ഓഫ് ഫെയിമറും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത ഒരു സിംഗിൾസ് മത്സരമായിരുന്നു. മത്സരത്തിൽ ഡാമിയൻ പ്രീസ്റ്റിന് വിജയിക്കാൻ സാധിച്ചു. ഈ മത്സരത്തിലും നമുക്ക് ഈ ജഡ്ജ്മെൻറ്റ് ഡേ ടീമിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് കാണാൻ സാധിച്ചു. അവിടെ ഡ്രാഗൻ ലീ ഈ ഗ്രൂപ്പിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. എന്തൊക്കെ ഉണ്ടായാലും മത്സരത്തിൽ ഡാമിയൻ പ്രീസ്റ്റ് വിജയിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നീട് ബാക്കിലൂടെ ഡ്രൂ മാക്കൻഡയർ വന്നിട്ട് ആക്രമിക്കുന്നുണ്ട്. ഡ്രൂ ആക്രമിക്കാനുള്ള കാരണം ഇനി വരുന്ന പ്രീമിയം ലൈവ് ഇവൻ്റായ ക്ലാഷ് അറ്റ് ദി കാസിലിൽ ഡ്രൂ ആണ് ഡാമിയൻ പ്രീസ്റ്റിൻ്റെ വേൾഡ് ടൈറ്റിലിനെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ അംഗങ്ങളെയും ഡ്രൂ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഡാമിയൻ പ്രീസ്റ്റിനാണ് കുറച്ചും കൂടി ആധിപത്യം അവിടെ കിട്ടുന്നത്. കാരണം ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ അംഗങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്. അങ്ങനെ അവർ ഡ്രൂ മാക്കൻഡയറിനെ ഇങ്ങനെ ജോക്ക് സ്ലാം ചെയ്ത് കമൻറ്ററി ടേബിളിൽ വെച്ച് ആക്രമിക്കുന്നു. ജഡ്ജ്മെൻറ്റ് ഡേക്ക് ഫുള്ളി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് റോയിൽ ഉടനീളം ഇന്നത്തെ ഈ 3 മണിക്കൂർ ഷോയിൽ കാണാൻ സാധിച്ചത്. ഒരു ഫാക്ഷൻ എന്ന നിലയിൽ ജഡ്ജ്മെൻറ്റ് ഡേക്ക് സ്വന്തമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു റോ എപ്പിസോഡ് അത് തന്നെയായിരുന്നു നമുക്ക് ഇന്ന് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ഷൻ രൂപീകൃതമായതിനു ശേഷം അവർക്ക് ഇത്രയും ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു റോ എപ്പിസോഡ് ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു റോ എപ്പിസോഡ് കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.